കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്ന ഭർത്താവ് നഷ്ടപ്പെട്ടതോടെ എങ്ങോട്ട് പോകണമെന്നറിയാതെ കണ്ണീരിൽ കഴിയുകയാണ് കരിവെള്ളൂർ പെരളത്തെ എം സീമയും കുടുംബവും. അനാഥത്വത്തിന്റെ കഠിനമായ വേദനയ്ക്കിടയിലും തലചായ്ക്കാൻ ഒരു വീടെന്ന സ്വപ്നം പൂർത്തിയാക്കാനാകാതെ ദുരിതത്തിലാണ് ഈ നിർധന കുടുംബം. സീമയുടെ ഭർത്താവും ടൈൽസ് തൊഴിലാളിയുമായിരുന്ന പി അജയൻ 2025 ജൂൺ 24 നീലേശ്വരത്ത് വെച്ച് ആൾക്കൂട്ട മർദ്ദനത്തിന് ഇരയായിരുന്നു എന്ന് സീമ പറയുന്നു. ഇതിനെ തുടർന്ന് ജൂൺ 26 വയറുവേദന അനുഭവപ്പെട്ട അജയനെ പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ ജൂൺ 27 പുലർച്ചെയോടെ വേദന കൂടിയതിനെ തുടർന്ന് വീണ്ടും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹം മരണപ്പെടുകയായിരുന്നു. തന്റെ ഭർത്താവിന്റെ മരണത്തിന് കാരണക്കാരായ കുറ്റവാളികളെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് സീമ അക്കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനും പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയിരുന്നു. എന്നാൽ നിലവിൽ കേസ് അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് സീമ ആരോപിക്കുന്നു. ഭർത്താവിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് ഈ കുടുംബത്തിന്റെ പ്രധാന ആവശ്യം. നമ്മുടെ നാട്ടിലെ ഏട്ടന്മാരും കണ്ടിട്ടുണ്ടായിന്. അപ്പോൾ അത് പറയുമ്പോൾ അവർ പറയുന്നത് ഫ്രീസർ ഉപയോഗിച്ചത് കൊണ്ട് ദേഹത്ത് തിണർത്ത് വന്നതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ പോലും പോയി കണ്ടു. ഡോക്ടറും പറയുന്നത് ഇവിടെ ഫ്രീസറിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല, അത് അടീൻ്റെ പാട് തന്നെയാണെന്നാണ് പറയുന്നത്. എന്നിട്ടും പോലീസ് അത് അംഗീകരിച്ച് തരുന്നില്ല. അതേപോലെ തന്നെ അതിനുശേഷം കാര്യമായിട്ടുള്ള അന്വേഷണമൊന്നും നടന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. അജയന്റെ അപ്രതീക്ഷിത വിയോഗത്തോടെ കരിവെള്ളൂർ പെരളത്ത് പണിതുകൊണ്ടിരിക്കുന്ന വീടിന്റെ നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു. നിലവിൽ അസുഖബാധിതയായ അമ്മയും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനും അടങ്ങുന്ന കുടുംബത്തോടൊപ്പം ബന്ധുവീട്ടിലാണ് സീമ കഴിയുന്നത്. സമീപ പ്രദേശങ്ങളിലെ വീടുകളിൽ ജോലി ചെയ്താണ് സീമ ഈ തകർന്ന കുടുംബത്തെ പോറ്റുന്നത്. തന്റെ ഭർത്താവിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ കണ്ടെത്തി അർഹമായ ശിക്ഷ ഉറപ്പാക്കണമെന്നാണ് സീമയുടെ പ്രധാന ആവശ്യം. അതോടൊപ്പം മകന് നല്ലൊരു വിദ്യാഭ്യാസം നൽകാനും തലചായ്ക്കാൻ ഒരു സുരക്ഷിതമായ കൂരയൊരുക്കാനും സർക്കാർ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. നിലവിലെ പുതിയ സർക്കാരിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നീതി തേടി മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാനൊരുങ്ങുകയാണ് ഈ ദുരിതബാധിതയായ വീട്ടമ്മ. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ.